വിദ്യാർത്ഥികളെ
ഇൻകുലാബ് സിന്ദാബാദ് ഇൻകുലാബ് സിന്ദാബാദ് എസ്എഫ്ഐ സിന്ദാബാദ് പ്രതിഷേധം പ്രതിഷേധം എസ്എഫ്ഐയുടെ പ്രതിഷേധം എസ്എഫ്ഐയുടെ പ്രതിഷേധം ഇൻകുലാബ് സിന്ദാബാദ് ഇൻകുലാബ് സിന്ദാബാദ് ഇൻകുലാബ് സിന്ദാബാദ് ഇൻകുലാബ് സിന്ദാബാദ് ഇൻകുലാബ് സിന്ദാബാദ് ഇൻകുലാബ് സിന്ദാബാദ് എസ്എഫ്ഐ സിന്ദാബാദ് എസ്എഫ്ഐ സിന്ദാബാദ് എസ്എഫ്ഐ 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 സിന്ദാബാദ് എസ്എഫ്ഐ സിന്ദാബാദ് പ്രതിഷേധം 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 എസ്എഫ്ഐയുടെ പ്രതിഷേധം എസ്എഫ്ഐയുടെ പ്രതിഷേധം എസ്എഫ്ഐയുടെ പ്രതിഷേധം എസ്എഫ്ഐയുടെ പ്രതിഷേധം പ്രതിഷേധങ്ങളിരമ്പട്ടെ ആളിക്കത്തി പടരട്ടെ ആണമില്ലേ ജനങ്ങളെയാകെ വഞ്ചിപ്പിച്ച് ജനങ്ങളെയാകെ വഞ്ചിപ്പിച്ച് രാജധർമ്മം ഇല്ലാണ്ടാക്കാൻ ഇൻകുലാബ് സിന്ദാബാദ് എസ്എഫ്ഐ സിന്ദാബാദ് എസ്എഫ്ഐ 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 സിന്ദാബാദ് പ്രതിഷേധം 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 എസ്എഫ്ഐയുടെ പ്രതിഷേധം എസ്എഫ്ഐയുടെ പ്രതിഷേധം ഇൻകുലാബ് സിന്ദാബാദ് എസ്എഫ്ഐ സിന്ദാബാദ് എസ്എഫ്ഐ സിന്ദാബാദ് എസ്എഫ്ഐ 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 സിന്ദാബാദ് എസ്എഫ്ഐ സിന്ദാബാദ് പ്രതിഷേധം 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 എസ്എഫ്ഐയുടെ പ്രതിഷേധം എസ്എഫ്ഐയുടെ പ്രതിഷേധം രാജവാർത്ത കൈമുതലാക്കിയ രാജവാർത്തകൾ കൈമുതലാക്കിയ രാജവാർത്ത കൈമുതലാക്കിയ രാജവാർത്തകൾ കൈമുതലാക്കിയ ഏഷ്യാനെറ്റ് പരനാരെ ഏഷ്യാനെറ്റ് പരനാരെ ഏഷ്യാനെറ്റ് പരനാരെ ഏഷ്യാനെറ്റ് പരനാരെ നാണമില്ലേ ഏഷ്യാനെറ്റ് നാണമില്ലേ ഏഷ്യാനെറ്റ് നാണമില്ലേ ഏഷ്യാനെറ്റ് നാണമില്ലേ ഏഷ്യാനെറ്റ് രാജവാർത്തകൾ പ്രചരിപ്പിച്ച് രാജവാർത്തകൾ പ്രചരിപ്പിച്ച് ജനങ്ങളെയാകെ വഞ്ചിപ്പിച്ച് ജനങ്ങളെയാകെ വഞ്ചിപ്പിച്ച് ധർമ്മം ഇല്ലാണ്ടാക്കാൻ മാധ്യമധർമ്മം ഇല്ലാണ്ടാക്കാൻ ഇൻകുലാബ് സിന്ദാബാദ് ഇൻകുലാബ് സിന്ദാബാദ് എസ്എഫ്ഐ സിന്ദാബാദ് എസ്എഫ്ഐ സിന്ദാബാദ് എസ്എഫ്ഐ 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 സിന്ദാബാദ് എസ്എഫ്ഐ സിന്ദാബാദ് പ്രതിഷേധം 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 എസ്എഫ്ഐയുടെ പ്രതിഷേധം എസ്എഫ്ഐയുടെ പ്രതിഷേധം പ്രതിഷേധങ്ങളിരമ്പട്ടെ 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 ആളിക്കത്തി പടരട്ടെ ആളിക്കത്തി പടരട്ടെ ആളിക്കത്തി പടരട്ടെ ആളിക്കത്തി പടരട്ടെ ഇൻകുലാബ് സിന്ദാബാദ് ഇൻകുലാബ് സിന്ദാബാദ് എസ്എഫ്ഐ സിന്ദാബാദ് എസ്എഫ്ഐ സിന്ദാബാദ് എസ്എഫ്ഐ 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 സിന്ദാബാദ് എസ്എഫ്ഐ സിന്ദാബാദ് വിതച്ചു കൊടുങ്കാറ്റായ കാറ്റുവിതച്ചു കൊടുങ്കാറ്റായ വിതച്ചു കൊടുങ്കാറ്റായ കാറ്റുവിതച്ചു കൊടുങ്കാറ്റായ പരിചിതരെത്തിയായ തീയായാൽ തീയായാൽ ഞങ്ങൾ ഉത്തരവാദികളല്ല ഞങ്ങൾ ഉത്തരവാദികളല്ല ഞങ്ങൾ ഉത്തരവാദികളല്ല ഇൻകുലാബ് സിന്ദാബാദ് എസ്എഫ്ഐ സിന്ദാബാദ് എസ്എഫ്ഐ സിന്ദാബാദ് എസ്എഫ്ഐ 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 സിന്ദാബാദ് പ്രതിഷേധം പ്രതിഷേധം എസ്എഫ്ഐയുടെ പ്രതിഷേധം നാണമില്ലേ ഏഷ്യാനെറ്റ് നാണമില്ലേ
എശാനെറ്റ് വ്യാജവാർത്തകൾ പ്രചരിപ്പിച്ച് വ്യാജവാർത്തകൾ പ്രചരിപ്പിച്ച് വ്യാജവാർത്തകൾ പ്രചരിപ്പിച്ച് വ്യാജവാർത്തകൾ പ്രചരിപ്പിച്ച് ജനങ്ങളെയാകെ വഞ്ചിപ്പിച്ച് ജനങ്ങളെയാകെ വഞ്ചിപ്പിച്ച് ജനങ്ങളെയാകെ വഞ്ചിപ്പിച്ച് ജനങ്ങളെയാകെ വഞ്ചിപ്പിച്ച് മാധ്യമധർമ്മം ഇല്ലാണ്ടാക്കാൻ മാധ്യമധർമ്മം ഇല്ലാണ്ടാക്കാൻ മാധ്യമധർമ്മം ഇല്ലാണ്ടാക്കാൻ മാധ്യമധർമ്മം ഇല്ലാണ്ടാക്കാൻ പ്രതിഷേധം 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 എസ്എഫ്ഐയുടെ പ്രതിഷേധം എസ്എഫ്ഐയുടെ പ്രതിഷേധം എസ്എഫ്ഐയുടെ പ്രതിഷേധം എസ്എഫ്ഐയുടെ പ്രതിഷേധം പ്രതിഷേധങ്ങളിരമ്പട്ടെ പ്രതിഷേധങ്ങളിരമ്പട്ടെ ആളിക്കത്തി പടരട്ടെ ആളിക്കത്തി പടരട്ടെ ആളിക്കത്തി പടരട്ടെ ആളിക്കത്തി പടരട്ടെ ഇൻകുലാബ് സിന്ദാബാദ് ഇൻകുലാബ് സിന്ദാബാദ് എസ്എഫ്ഐ സിന്ദാബാദ് എസ്എഫ്ഐ സിന്ദാബാദ് സ്വാതന്ത്ര്യം ജനാധിപത്യം സ്വാതന്ത്ര്യം ജനാധിപത്യം സ്വാതന്ത്ര്യം ജനാധിപത്യം സ്വാതന്ത്ര്യം ജനാധിപത്യം ജനാധിപത്യം സോഷ്യലിസം ജനാധിപത്യം സോഷ്യലിസം ജനാധിപത്യം സോഷ്യലിസം ജനാധിപത്യം സോഷ്യലിസം സോഷ്യലിസം എസ്എഫ്ഐ സോഷ്യലിസം എസ്എഫ്ഐ സോഷ്യലിസം എസ്എഫ്ഐ സോഷ്യലിസം എസ്എഫ്ഐ ഇൻകുലാബ് സിന്ദാബാദ് ഇൻകുലാബ് സിന്ദാബാദ് എസ്എഫ്ഐ സിന്ദാബാദ് എസ്എഫ്ഐ സിന്ദാബാദ് പ്രതിഷേധം 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 എസ്എഫ്ഐയുടെ പ്രതിഷേധം എസ്എഫ്ഐയുടെ പ്രതിഷേധം എസ്എഫ്ഐയുടെ പ്രതിഷേധം എസ്എഫ്ഐയുടെ പ്രതിഷേധം പ്രതിഷേധങ്ങളിരമ്പട്ടെ പ്രതിഷേധങ്ങളിരമ്പട്ടെ ആളിക്കത്തി പടരട്ടെ ആളിക്കത്തി പടരട്ടെ പ്രതിഷേധം 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 നാണമില്ലേ ഏഷ്യാനെറ്റ് നാണമില്ലേ ഏഷ്യാനെറ്റ് നാണമില്ലേ ഏഷ്യാനെറ്റ് നാണമില്ലേ ഏഷ്യാനെറ്റ് വ്യാജവാർത്തകൾ പ്രചരിപ്പിച്ച് വ്യാജവാർത്തകൾ പ്രചരിപ്പിച്ച് വ്യാജവാർത്തകൾ പ്രചരിപ്പിച്ച് വ്യാജവാർത്തകൾ പ്രചരിപ്പിച്ച് ജനങ്ങളെയാകെ വഞ്ചിച്ച് ജനങ്ങളെയാകെ വഞ്ചിച്ച് ജനങ്ങളെയാകെ വഞ്ചിച്ച് ജനങ്ങളെയാകെ വഞ്ചിച്ച് മാധ്യമധർമ്മം ഇല്ലാണ്ടാക്കാൻ മാധ്യമധർമ്മം ഇല്ലാണ്ടാക്കാൻ മാധ്യമധർമ്മം ഇല്ലാണ്ടാക്കാൻ മാധ്യമധർമ്മം ഇല്ലാണ്ടാക്കാൻ ഇൻകുലാബ് സിന്ദാബാദ് ഇൻകുലാബ് സിന്ദാബാദ് എസ്എഫ്ഐ സിന്ദാബാദ് എസ്എഫ്ഐ സിന്ദാബാദ് എസ്എഫ്ഐ 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 സിന്ദാബാദ് എസ്എഫ്ഐ സിന്ദാബാദ്. പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ മക്കളെ, ഏറ്റവും അടിയന്തരമായിട്ട് മണിക്കൂറുകൾക്കുള്ളിൽ ഇത്തരത്തിലൊരു പ്രതിഷേധം ഏഷ്യാനെറ്റിന്റെ ഓഫീസിനകത്തേക്ക് വിളിച്ചത് എന്തിനാണെന്നുള്ള ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിഞ്ഞിരിക്കാൻ സാധ്യതയുണ്ട്. നമ്മുടെ രാജ്യത്തെ ജനാധിപത്യത്തിന്റെ 4ാം തൂണ് എന്നാണ് മാധ്യമങ്ങൾ അറിയപ്പെടുന്നത്. വാസ്തവത്തിൽ ഈ ജനാധിപത്യത്തെ ഇങ്ങനെ നിലനിർത്തുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്ന ഒന്നാണ് മാധ്യമങ്ങൾ. നമ്മളേവരും അടിച്ചമർത്തപ്പെട്ട ജനങ്ങളൊക്കെ വളരെ പ്രതീക്ഷയോട് കൂടിയിട്ട് നമുക്കൊരു ആപത്ത് വന്നാൽ നമ്മുടെ നീതി നിഷേധിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ നമുക്ക് വേണ്ടി നാവില്ലാത്തവന്റെ നാവായിട്ട് നമ്മുടെ മാധ്യമങ്ങൾ മാറുമെന്ന് ആശ്വസിച്ചിരിക്കുന്ന ഒരു വിഭാഗമാണ് നമ്മുടെ നാട്ടിലുള്ള ജനങ്ങൾ. എന്നാൽ നമ്മൾ കണ്ടിട്ടുള്ളതിൽ നിന്നുള്ള വ്യത്യസ്തമായിക്കൊണ്ട് ഈ ലോകത്തെവിടെയും എങ്ങനെയാവരുത് ഒരു മാധ്യമ പ്രവർത്തനം എന്ന് ചോദിച്ചാൽ അതിന് ഉദാഹരണമായിട്ട് ഈ നമ്മുടെ പൈപ്പ് ലൈനിലുള്ള ഏഷ്യാനെറ്റിന്റെ ഓഫീസ് കൊണ്ട് കാണിച്ചുകൊണ്ട് ഏഷ്യാനെറ്റിനെ പോലെ ആവരുത് ഒരു മാധ്യമം എന്ന് നമുക്ക് ഇന്ന് പറയാൻ വേണ്ടി കഴിയും. അത് നമ്മളെല്ലാവരും കഴിഞ്ഞ കുറച്ചധികം കാലങ്ങളായിട്ട് നമ്മുടെ നാടിനകത്ത് പിടിമുറക്കിയിട്ടുള്ള ലഹരി മാഫിയ നമ്മളെ കുട്ടികളുടെ അടുത്തേക്ക് എത്തുന്ന ഘട്ടത്തിൽ ഇത് വളരെ ഗൗരവത്തിൽ നേരിടേണ്ട പ്രശ്നമാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ നാടിനകത്തുള്ള ആബാലവൃദ്ധം ജനങ്ങൾ ഒന്നിച്ച് ഒറ്റ മനസ്സായിട്ട് നമ്മുടെ നാടിനകത്തുള്ള ലഹരി സംഘടനകളുടെ വലിയ പോരാട്ടങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ കേരളപ്പിറവി ദിവസം അടക്കം നമ്മള് ഗ്രാമങ്ങൾ നഗര വ്യത്യാസമില്ലാതെ മുഴുവൻ ജനങ്ങളും ഒന്നിച്ച് ഈ ലഹരി സംഘങ്ങളെ നമ്മൾ നാട്ടിൽ നിന്ന് തുരത്തുക എന്ന ഒറ്റ ഉദ്ദേശത്തോട് കൂടിക്കൊണ്ട് ലക്ഷക്കണക്കിന് ആളുകൾ ഒരു ദിവസം കൈകോർത്ത കാഴ്ച, പ്രതീക്ഷ നൽകുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. എന്നാൽ അത്തരം പോരാട്ടങ്ങളെ എല്ലാം ഇല്ലാതാക്കുന്ന രീതിയിൽ ആ ലഹരി മരുന്ന് സംഘങ്ങൾക്ക് ഉത്തേജനം നൽകുന്ന രീതിയിൽ ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ഈ നാട്ടിലുള്ള പ്രധാനപ്പെട്ട ഒരു മാധ്യമം ഒരുപക്ഷെ കേൾവിയില്ലാത്ത രീതിയിൽ നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത രീതിയിൽ തന്റെ ഏഷ്യാനെറ്റിലെ ഒരു പ്രവർത്തകയുടെ ആ ജീവനക്കാരിയുടെ മകളെ, ആ മകളെന്ന് പറയുമ്പോൾ 18 വയസ്സ് പ്രായം പൂർത്തീകരിക്കാത്ത ഒരു നമ്മുടെ എല്ലാം കൊച്ചനുജത്തിയെ മാത്രം പ്രായമുള്ള ഒരു കൊച്ചനുജത്തിയെ ക്യാമറയുടെ മുന്നിൽ ഇരുത്തിക്കൊണ്ട് നട്ടാൽ കുരുക്കാത്ത നുണകൾ പറയുക. ആ കുട്ടിയെ കൊണ്ട് പറയിപ്പിക്കുകയാണ് ആ കുട്ടി ഡ്രഗ്സ് നൽകി സെക്സ് അബ്യൂസ് ചെയ്യപ്പെട്ടു. ആ സ്കൂളിനകത്തുള്ള 10ഓളം കുട്ടികള് ലഹരി സംഘങ്ങൾക്ക് അടിമപ്പെട്ട് ഇത്തരത്തിലുണ്ട്, പീഡിക്കപ്പെട്ടിട്ടുണ്ട് എന്ന പരാതി നടത്തി പോലീസാണ് അന്വേഷിച്ചപ്പോ ആ കുട്ടികൾ നൽകിയിട്ടുള്ള കൗൺസിലിംഗ് മൊഴിയിലൊന്നും അത്ര സംഭവം നടന്നിട്ടില്ല എന്നാ പറയുന്നത്. അപ്പൊ നമ്മൾ നടത്തുന്ന ഈ ലഹരി വിരുദ്ധ പോരാട്ടങ്ങളെ ആകെ തകർക്കുന്ന രീതിയിലാണ്.
നാളെ ഇത്തരത്തിൽ ഒരു യഥാർത്ഥ സംഭവം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അതിനെ ആൾക്കാർ സംശയദൃഷ്ടിയോടെ നോക്കുന്ന രീതിയിലേക്ക് ഈ മാധ്യമം കൊണ്ട് എത്തിച്ചിരിക്കുക. ഒരുപക്ഷെ ഇത് ഇത്തരം പ്രവൃത്തി ഈ ഒരു വാർത്തയിൽ മാത്രമല്ല, കഴിഞ്ഞ തൊട്ടടുത്ത ദിവസം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നമ്മുടെ നാടിനകത്ത് ഒരു യുവ ഡോക്ടർ മരണപ്പെടുകയാണ്. മരണപ്പെട്ടപ്പോ ഏഷ്യാനെറ്റ് ന്യൂസിനകത്ത് വന്ന വാർത്ത, യുവ ഡോക്ടർ സുഹൃത്തിന്റെ ഫ്ളാറ്റിൽ മരണപ്പെട്ട നിലയിൽ. ആ ഡോക്ടർ മരണപ്പെട്ടത് അപസ്മാരം മൂലമാണ്. തന്റെ കൂട്ടുകാരുടെ വീട്ടിൽ കിടന്നുറങ്ങുന്ന ഘട്ടത്തിലാണ് മരണപ്പെട്ടത്. ആ പെൺകുട്ടിയുടെ മൃതശരീരം മോർച്ചറിയിൽ തണുത്തുറഞ്ഞ് ഗവറിലേക്ക് പോകുന്നതിന് മുന്നേ, അതിന്റെ അന്ത്യകർമ്മങ്ങൾ നിർവഹിക്കുന്നതിന് മുന്നേ ആ വീട്ടുകാരുടെ അടക്കം നോക്കി നിൽക്കുന്ന ആ വേദനയിൽ നിന്ന് വിട്ടുമാറുന്ന സമയത്താണ് നമ്മുടെ സമൂഹ മാധ്യമങ്ങളിലുള്ള ചില അഴുക്കുകളുണ്ട്. ആ അഴുക്കുകൾക്ക് കൊത്തിപ്പറിക്കാൻ വേണ്ടിയിട്ട് ഒരു വാർത്ത ഇട്ട് കൊടുക്കുക. ഏഷ്യാനെറ്റിന് അറിയാം എങ്ങനെയാണ് ആ കുട്ടി മരണപ്പെട്ടത്. എന്നാൽ ആ വസ്തുത മറച്ചു പിടിച്ചുകൊണ്ട് ഒരു ഇക്കിളിപ്പെടുത്തുന്ന വാർത്തയായിട്ട് ഈ നാടിനകത്തുള്ള അല്ലെങ്കിൽ ഓൺലൈൻ മീഡിയയിൽ വിലസുന്ന കുറച്ച് ആളുകൾക്ക് ന്യായീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ആ മരണത്തിന്റെ വിട്ടുമാറാത്ത നടുക്കത്ത് നിന്നുകൊണ്ട് സ്വന്തം കുടുംബാംഗങ്ങൾ വരികയാണ് ഏഷ്യാനെറ്റിന്റെ വ്യാജ വാർത്തയിൽ പ്രതികരിച്ചുകൊണ്ട്. അങ്ങനെയല്ല ഞങ്ങളുടെ അനിയത്തി മരണപ്പെട്ടത്. ആ നടുക്കം വിട്ടുമാറുന്നതിന് മുന്നേ ഞങ്ങൾക്ക് ഇങ്ങനെ തുറന്നു പറയേണ്ട അവസ്ഥയിലേക്ക് എത്തിക്കുക. അപ്പോ ഇത്തരം വ്യാജ വാർത്തകൾ നിർമ്മിക്കുന്ന ഒരു കേന്ദ്രമായിട്ട് നമ്മുടെ മാധ്യമങ്ങൾ മാറാണ്. ഒരുപക്ഷെ ഠാക്കൂറും BJPയും എല്ലാം കുനിഞ്ഞു നിൽക്കാൻ പറയുമ്പോ ഇഴഞ്ഞു കാണിക്കുന്ന രീതിയിലേക്ക് മാറുക. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇത് ഇത്തരത്തിൽ മാത്രമല്ല നമ്മളെ മാധ്യമങ്ങൾ പ്രവർത്തിക്കുന്നത്. ഒരുപക്ഷെ കേരളത്തിൽ 2 രൂപ സെസ് ഏർപ്പെടുത്തി. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഏഷ്യാനെറ്റ് റിപ്പോർട്ടർമാർ നാട്ടിലെല്ലാം ഇറങ്ങി തിരിച്ചുകൊണ്ട് ഈ 2 രൂപ കൂട്ടിയത് ഈ നാടിന് എന്തോ മുച്ചൂളം മുടിക്കാൻ പോവുകയാണ്, ജനങ്ങളാകെ തകർത്തെറിയാൻ പോകുന്നത് എന്നുള്ള ധ്വനി വരച്ചുകൊണ്ട് നാട്ടിലുള്ള മുഴുവൻ ആളുകളുടെ മുന്നിൽ മയക്കെടുത്തുകൊണ്ട് ഇന്റർവ്യൂ എടുത്ത കാഴ്ച നമ്മൾ കണ്ടു. നേരെ മറിച്ച് ഇന്ന് തൊട്ടടുത്ത ദിവസം കഴിഞ്ഞ ദിവസം ഗ്യാസിന് വില കൂടി 49 രൂപ, ഗാർഹിക സിലിണ്ടർ കൂടി, വാണിജ്യ സിലിണ്ടർ 351 രൂപ കൂടി. ഏതെങ്കിലും ഏഷ്യാനെറ്റ് റിപ്പോർട്ടർമാരെ തെരുവിൽ കണ്ടോ? ഏഷ്യാനെറ്റ് റിപ്പോർട്ടർമാര് നമ്മുടെ കുടുംബത്തെ ഇല്ലാതാക്കുന്ന രീതിയിൽ നമ്മുടെ ഗ്യാസിന്റെ അടുപ്പുകൾ ഇനി മുതൽ വിറകിലേക്ക് പോകുമോ എന്നൊരു ആശങ്കപ്പെട്ടോ? ഒരു ആശങ്കപ്പെടുന്നില്ല. ഇത് കൃത്യമായിട്ട് ഈ കേരളമാണ് ഇവരുടെ ലക്ഷ്യം. കേരളത്തെ പണ്ട് നമ്മുടെ നാട്ടിൽ ചൊല്ലണ്ടല്ലോ, നാത്തും ചത്താലും കുഴപ്പമില്ല, അല്ല അങ്ങനെ ചത്താൻ കുഴപ്പമില്ല, നാത്തുവിന്റെ കണ്ണിന് കണ്ടാൽ മതി എന്നുള്ളത്. അങ്ങനെ കേരളം മുടിഞ്ഞാലും ഈ പറയുന്ന ഏഷ്യാനെറ്റിന്റെ ആളുകളെല്ലാം ജീവിക്കുന്ന കേരളം മുടിഞ്ഞാലും കുഴപ്പമില്ല, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പതനം കണ്ടാൽ മതി എന്നുള്ള ഒരൊറ്റ ലക്ഷ്യത്തിന് വേണ്ടി BJPയുടെ കയ്യിൽ നിന്ന് അച്ചാരം വാങ്ങിക്കൊണ്ട് ഈ കേരളത്തെ എല്ലാ മേഖലയിലും 1ാം സ്ഥാനത്ത് നിൽക്കുന്ന കേരളത്തെ ഇകഴ്ത്തി കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമകരമായിട്ടുള്ള ദൗത്യമാണ് ഏഷ്യാനെറ്റ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ്. ഇത് ഞങ്ങൾ SFI ഒരു സൂചനാ സമരമായിട്ട് മാത്രം എടുത്തിട്ടുള്ളതാണ്. ഇത്തരത്തിൽ വ്യാജ വാർത്തകൾ നിർമ്മിച്ച് കേരളത്തിന്റെ സമാധാന അന്തരീക്ഷം തകർക്കുന്നതിന് വേണ്ടിയിട്ട്, കേരളത്തെ ഇകഴ്ത്തി കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കമായിട്ടാണ് ഏഷ്യാനെറ്റ് ഇനിയും പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും SFI വരുന്ന ദിവസങ്ങളിൽ അതിശക്തമായിട്ടുള്ള സമരങ്ങൾ ഉയർത്തിക്കൊണ്ട് ഇത്തരം വ്യാജ വാർത്തകൾ നിർമ്മിക്കുവാനുള്ള അവസരം ഏഷ്യാനെറ്റിന് ഒരുക്കി കൊടുക്കില്ല എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ സമരത്തിൽ പങ്കെടുത്ത മുഴുവൻ സമര സഖാക്കളെയും ഒറ്റവാക്കിൽ അഭിവാദ്യം ചെയ്യുന്നുണ്ട്. സഖാക്കളെ അഭിവാദ്യങ്ങൾ. ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, SFI സിന്ദാബാദ്, SFI സിന്ദാബാദ്, SFI സിന്ദാബാദ്, SFI സിന്ദാബാദ്. രാജവാർത്തകൾ പ്രചരിപ്പിച്ച്, രാജവാർത്തകൾ പ്രചരിപ്പിച്ച്, രാജവാർത്തകൾ പ്രചരിപ്പിച്ച്, രാജവാർത്തകൾ പ്രചരിപ്പിച്ച് ജനങ്ങളെയാകെ വഞ്ചിക്കുന്നു, ജനങ്ങളെയാകെ വഞ്ചിക്കുന്നു. ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, SFI സിന്ദാബാദ്, SFI സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, SFI സിന്ദാബാദ്, SFI സിന്ദാബാദ്. പ്രതിഷേധം 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 പ്രതിഷേധം, SFIയുടെ പ്രതിഷേധം, SFIയുടെ പ്രതിഷേധം, പ്രതിഷേധം സൂചന മാത്രം. പ്രതിഷേധം സൂചന മാത്രം. സൂചന കണ്ടുപഠിച്ചില്ലെങ്കിൽ സൂചന കണ്ടുപഠിച്ചില്ലെങ്കിൽ ക്ഷേത്രത്തിന് രൂപം മാറും. ക്ഷേത്രത്തിന് രൂപം മാറും. ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, SFI സിന്ദാബാദ്. SFI സിന്ദാബാദ്. തുലയട്ടെ തുലയട്ടെ, തുലയട്ടെ തുലയട്ടെ, വ്യാജവാർത്തകൾ തുലയട്ടെ. രാജവാർത്തകൾ തുലയട്ടെ. ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, SFI സിന്ദാബാദ്. SFI സിന്ദാബാദ്.